ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ 1 ശമൂവേൽ 21 അധ്യായം വരെയുള്ള ഭാഗങ്ങളാണ് കണ്ടത്. 21 അധ്യായത്തിൽ ദാവീദിനെ ശൗല് വേട്ടയാടുന്നത് കരുതി അതിൻ്റെ ഭാഗമായിട്ട് ദാവീദ് ശൗലിൻ്റെ പക്കൽ നിന്ന് ഓടിപ്പോകുന്നതായിട്ട് നമ്മൾ കണ്ടു. ഗാത്തിലേക്ക് ഓടിപ്പോയി. ഗാത്തിൽ രാജാവായ ആഖീഷിൻ്റെ അടുത്തേക്ക് പോയി. എന്നാൽ ആഖീഷിൻ്റെ അടുത്ത് ആഖീഷിന് മുമ്പിൽ ഭ്രാന്ത് അഭിനയിച്ച് അവിടെ നിന്നും ദാവീദ് രക്ഷപ്പെടുന്നതായിട്ട് നമ്മൾ കണ്ടു. അങ്ങനെ 22 അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുന്നു, അങ്ങനെ ദാവീദ് അവിടം വിട്ട് അദുല്ലാം ഗുഹയിലേക്ക് ഓടിപ്പോയി. അപ്പോൾ അദുല്ലാം എന്ന ഗുഹ എന്നുള്ള ആ ഒരു പ്രദേശത്ത് നിന്ന് മാറി, ആഖീഷിൽ നിന്ന് മാറി, ഗാത്തിൽ നിന്ന് മാറിയിട്ട് ആ പ്രദേശത്തേക്ക് പോയി. അങ്ങനെ അത് കേട്ട് അവൻ്റെ സഹോദരന്മാരും അവൻ്റെ കുടുംബത്തിലുള്ളവരെല്ലാവരും അത് കേട്ട് അവൻ്റെ അടുക്കിലേക്ക് ചെന്നു. കാരണം അവരെ എല്ലാം ശൗല് വേട്ടയാടുമായിരുന്നു ഈ ദാവീദിൻ്റെ പേരിൽ. അതിനാൽ അവരും കൂടെ പോയി. അത് കഴിഞ്ഞിട്ട് വീണ്ടും പറയുന്നത് 2-ാമത്തെ വാക്യത്തിൽ, 22 അധ്യായം 2-ാമത്തെ വാക്യത്തിൽ, ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ എന്നീ വകക്കാർ ഒക്കെയും അവൻ്റെ അടുക്കൽ വന്നുകൂടി അവൻ അവർക്ക് തലവനായി തീർന്നു. അവനോടുകൂടെ ഏകദേശം 400 പേരുണ്ടായിരുന്നു. അനന്തരം ദാവീദ് അവിടം വിട്ട് മോവാബിലെ മിസ്പയിൽ ചെന്ന് മോവാബ് രാജാവിനോട്, ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് അറിയുവോളം എൻ്റെ അപ്പനും അമ്മയും നിങ്ങളുടെ അടുക്കൽ വന്ന് വാർപ്പാൻ അനുവദിക്കണമേ എന്ന് അപേക്ഷിച്ചു. അങ്ങനെ അവരെ കൊണ്ട് ചെന്നു മോവാബിൽ പോയി അവിടെ താമസിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഗാദ് പ്രവാചകൻ ദാവീദിനോട് ദുർഗത്തിൽ പാർക്കാതെ യഹൂദ ദേശത്തേക്ക് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് വീണ്ടും പുറപ്പെട്ട് ഹേരത്ത് കാട്ടിൽ, യഹൂദ ദേശത്ത് തന്നെയുള്ള ഹേരത്ത് കാടായിരിക്കണം, അവിടേക്ക് പോയി. എന്നാൽ ശൗൽ രാജാവായതുകൊണ്ട് ശൗലിന് ദാവീദും കൂടെയുള്ളവരും എവിടെയാണെന്നുള്ളതിനെക്കുറിച്ചൊരു ഇൻഫർമേഷൻ കിട്ടി. അങ്ങനെ ദാവീദിനെക്കുറിച്ച് അന്വേഷിച്ചു. അങ്ങനെ പോകുന്ന വഴിക്ക് ബെന്യാമിൻ്റെ അടുത്ത് ചെന്നിട്ട് ശൗൽ അവരോട് ദാവീദിനെക്കുറിച്ച് അവരെ ചോദ്യം ചെയ്തു. അവരെല്ലാവരും രാജാവിനെതിരായിട്ട്, അതായത് ശൗലിനെതിരായിട്ട് കൂട്ടുകെട്ടുണ്ടാക്കിയത് എന്ത് എന്നിങ്ങനെ അവരോട് വളരെയധികം ചോദ്യം ചെയ്ത് അവരെ വിസ്തരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കൂട്ടത്തിൽ അപ്പോൾ ശൗലിൻ്റെ ഭൃത്യന്മാരുടെ കൂട്ടത്തിൽ നിന്നിരുന്ന യദോമ്യനായ ദോവേഗ്, ഇശായിയുടെ മകനായ ദാവീദ്, നോബിൽ അഫീതൂബിൻ്റെ മകനായ അഹീമേലെക്ക്, അതായത് പുരോഹിതനായ അഹീമേലെക്കിൻ്റെ അടുത്ത് വന്നതായിട്ട് ഞാൻ കണ്ടു. അവനു വേണ്ടി യഹോവയോട് അരുളപ്പാട് ചോദിച്ചു. അവൻ ഭക്ഷണ സാധനവും ഫെലിസ്ത്യനായ ഗോലിയാത്തിൻ്റെ വാളും കൊടുത്തു എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ പുരോഹിതനായ അഹിമേലെക്കിന് കൂടെയുള്ളവരെയൊക്കെ ദാവീദിന്, ശൗലിന് ഈ ദോവേഗ്, യദോമ്യനായ ദോവേഗ് ഒറ്റുകൊടുത്തു. അങ്ങനെ രാജാവ് അഹീതൂബിൻ്റെ മകനായ അഹീമേലെക്ക് പുരോഹിതനെ അവൻ്റെ പ്രതിഭാവനക്കാരായ നോബിലെ സകല പുരോഹിതന്മാരെയും വിളിച്ചു. അവരെല്ലാവരും വന്നു. അങ്ങനെ അവരെ കുറ്റം വിസ്തരിച്ചു. ഇശായുടെ മകൻ ഇന്ന് എനിക്കായി പതിയിരിപ്പാൻ തക്കവണ്ണം അവന് അപ്പവും വാളും കൊടുക്കുകയും അവനു വേണ്ടി ദൈവത്തോട് ചോദിക്കുകയും ചെയ്തതിനാൽ നീയും അവനും എനിക്ക് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കിയത് എന്ത് എന്ന് ചോദിച്ചു. അങ്ങനെ പക്ഷെ അതിന് അഹീമേലെക്ക് തിരിച്ചു പറഞ്ഞു, തങ്ങൾ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞതല്ല. ദാവീദ് രാജാവിൻ്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ആളാണല്ലോ എന്നിങ്ങനെ പല കാര്യങ്ങളും അവർ ശൗലിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചുവെങ്കിലും അത് കേൾക്കാനായിട്ട് ശൗല് തുനിഞ്ഞില്ല. അപ്പോൾ രാജാവ് അഹീമേലെക്കെ, നീ മരിക്കണം, നീയും നിൻ്റെ പ്രതിഭാവനമൊക്കെയും തന്നെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ കൂടെയുള്ള അകമ്പടിക്കാരോട്, രാജാവിൻ്റെ കൂടെയുള്ള ഭൃത്യന്മാരോട്, യഹോവയുടെ പുരോഹിതന്മാരെ എല്ലാവരെയും കൊല്ലുവിൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും
യഹോവയുടെ പുരോഹിതന്മാരായതുകൊണ്ട് അവരെ കൊല്ലുവാനായിട്ട് വൃത്തിമാർ അല്ലെങ്കിൽ കൂടെയുള്ള പടയാളികൾ തയ്യാറായില്ല. അപ്പോൾ രാജാവ് ദോവേഗിനോട്, അതായത് ഏദോമ്യനായ ഈ ദോവേഗിനോട് ദോവേഗിനോട് പറഞ്ഞു പുരോഹിതന്മാരെയൊക്കെ കൊല്ലുക എന്ന് പറഞ്ഞു. അങ്ങനെ എഫോദ് ധരിച്ച 85 പുരോഹിതന്മാരെ ദോവേഗ് വെട്ടിക്കൊന്നു കളഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പുരോഹിത നഗരമായ നോബിൻ്റെ പുരുഷന്മാർ, അപ്പോൾ ഈ നോബിലുള്ള പുരുഷന്മാർ ഈ ശൗലിനെ കാണാൻ വേണ്ടി വന്ന സകല പുരോഹിതന്മാരെയും അവരുടെ വീട്ടിലുള്ളവരെയും അവരുടെ കുഞ്ഞുങ്ങൾ, അവരുടെ സ്വത്തുക്കളെ എല്ലാം കൊന്നുകളഞ്ഞു. അങ്ങനെ വളരെ വലിയ പാപം ശൗൽ ചെയ്തു. എന്നാൽ അഹിതൂബിൻ്റെ മകനായ അഹീമേലെക്കിൻ്റെ പുത്രന്മാരിൽ അബ്യാഥാർ എന്നൊരുത്തൻ തെറ്റി ഒഴിഞ്ഞ് ദാവീദിൻ്റെ അടുക്കൽ ഓടിപ്പോയി. അങ്ങനെ ശൗൽ യഹോവയുടെ പുരോഹിതന്മാരെ കൊന്ന വിവരം അബ്യാഥാർ ദാവീദിനെ അറിയിച്ചു. ദാവീദ് അബ്യാഥാറിനോട്, എദോമ്യനായ ദോവേഗ് അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ ശൗലിനോട് അറിയിക്കുമെന്ന് ഞാൻ അന്ന് തന്നെ നിശ്ചയിച്ചു. നിൻ്റെ ഭവനം ഒക്കെയും ഞാൻ മരണത്തിന് കാരണമായാലോ. എൻ്റെ അടുക്കൽ പാർക്ക, ഭയപ്പെടേണ്ട. എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവൻ നിനക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു. എങ്കിലും എൻ്റെ അടുക്കൽ നിനക്ക് നിർഭയവാസവും ഉണ്ടാകും എന്ന് പിന്നെ പറഞ്ഞു. അങ്ങനെ ഈ അബ്യാഥാറിനെ ദാവീദ് രക്ഷിച്ചു. എന്നാൽ മറ്റു പുരോഹിതന്മാരെല്ലാവരും മരണപ്പെടുവാൻ ഇടയായി തീർന്നു. പിന്നെ വീണ്ടും 23-ാമത്തെ തീയതിയിലേക്ക് വരുമ്പോൾ ഫെലിസ്ത്യർ കെയില എന്ന പട്ടണത്തിന് നേരെ യുദ്ധം ചെയ്യുന്നതായിട്ട് അവരോട് കവർച്ച ചെയ്യുന്നതായിട്ട് ദാവീദിന് അറിവ് കിട്ടി. അങ്ങനെ ദാവീദ് ദൈവത്തോട് ഞാൻ ഈ ഫെലിസ്ത്യരെ ചെന്ന് തോൽപ്പിക്കണമോ എന്ന് ചോദിച്ചു. യഹോവ ദാവീദിനോട് ചെന്ന് ഫെലിസ്ത്യരെ തോൽപ്പിച്ച് കെയിലയെ രക്ഷിച്ചു കൊള്ളുക എന്ന് കൽപ്പിച്ചു. എന്നാൽ ദാവീദിൻ്റെ ആളുകൾ ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ്. ദൈവം കൃത്യമായിട്ട് നമ്മളോട് അവിടുത്തെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ കൽപ്പനകൾ പറയുമ്പോൾ വീണ്ടും നമ്മളെ അതിൽ നിന്ന് മാറ്റാനായിട്ട് ചുറ്റുമുള്ളവർ ശ്രമിക്കും. അതുപോലെയാണ് ദാവീദിൻ്റെ കാര്യത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദാവീദിൻ്റെ കൂടെയുള്ള ആളുകൾ, ദാവീദിൻ്റെ കൂടെയുള്ള പടയാളികൾ നമ്മളിവിടെ യഹൂദയിൽ തന്നെ ആകെ പേടിച്ച് ജീവിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് കെയിലയിൽ പോയി ഫെലിസ്ത്യരുടെ സൈന്യത്തിന് നേരെ ചെല്ലുന്നത്, അല്ലെങ്കിൽ അവരെ നേരിടുന്നത് എങ്ങനെയാണ് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അതുകൊണ്ട് ദാവീദ് വീണ്ടും ദൈവസന്നിധിയിൽ വീണ്ടും ആലോചന ചോദിക്കുവാനായിട്ട് ഇടയായി തോന്നുന്നു. അപ്പോൾ യഹോവ അവനോട്, എഴുന്നേറ്റ് കെയിലയിലേക്ക് ചെല്ലുക, ഞാൻ ഫെലിസ്ത്യരെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് അരുളി ചെയ്തു. അങ്ങനെ വീണ്ടും ദൈവസന്നിധിയിൽ നിന്ന് അങ്ങനെ ഒരു കൽപ്പന വന്നപ്പോൾ പിന്നെ ദാവീദ് മറിച്ചൊരു ചിന്തയിലേക്ക് പോയില്ല. അങ്ങനെ ആളുകളെ ഒരുക്കി കെയില എന്നുള്ള സ്ഥലത്തേക്ക് ചെന്ന് ഫെലിസ്ത്യരോട് പൊരുതി അവരെ കഠിനമായിട്ട് തോൽപ്പിച്ചു. അവരുടെ ആടുവാണകളെ അപഹരിച്ചു. അവരെ കഠിനമായി തോൽപ്പിച്ചു. കെയില നിവാസികളെ രക്ഷിച്ചു. അപ്പോൾ അബിയാഥാർ ദാവീദിൻ്റെ അടുക്കൽ വന്നപ്പോഴത്തേക്കും കൈവശം എഫോദ് കൂടെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഈ എഫോദ് എന്ന് പറഞ്ഞാൽ പഞ്ഞിനൂല് കൊണ്ടുള്ള ഒരു വിശേഷപ്പെട്ട വസ്ത്രമാണ് എഫോദ്. എഫോദ് എന്ന് വെച്ചാൽ പുരോഹിതന്മാരുടെ വിശിഷ്ട വസ്ത്രമാണ് എഫോദ്. അപ്പോൾ എഫോദ് ധരിച്ച പുരോഹിതന്മാരെയാണ് അതായത് നമ്മൾ കണ്ടതുപോലെ ദോവേഗ് ശൗലിന് വേണ്ടിയിട്ട് വെട്ടിക്കൊല്ലപ്പെടുത്തുകയായിട്ട് നമ്മൾ കണ്ടത്. അപ്പോൾ ആ എഫോദ് അത് അബിയാഥാറിൻ്റെ കയ്യിൽ ഏകദേശം ഉണ്ടായിരുന്നു. അബിയാഥാർ അത് കൊണ്ട് ദാവീദിൻ്റെ അടുക്കലെത്തി. അങ്ങനെ ദാവീദ് ഈ കെയിലയിൽ വന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന കാര്യം ശൗലിന് അറിവ് കിട്ടി. കാരണം ശൗൽ രാജാവായതുകൊണ്ട് രാജാവിൻ്റെ സകല ഇൻഫർമേഷൻ അവിടുന്ന് കിട്ടുമല്ലോ. അങ്ങനെ കിട്ടി. അപ്പോൾ ശൗൽ പറഞ്ഞു, വാതിലും ഓടാമ്പലും ഉള്ള പട്ടണത്തിൽ കടന്നിരിക്കൊണ്ട് അവൻ കുടുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കാരണം അവിടെയുള്ളവർ തന്നെയാണ് ദാവീദിനെ വെട്ടിക്കൊടുത്തത്. അപ്പോൾ ദാവീദിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ അവിടെയുള്ളവർ തന്നെയാണ് ശൗലിന് കൊടുത്തത്. അപ്പോൾ ശൗൽ ചെല്ലുമ്പോഴത്തേക്കും അവർ തന്നെ
ദാവീദിനെ അവിടെ പൂട്ടിയിടുമെന്ന് അവർക്കറിയാം, ശൗലിനറിയാം. അങ്ങനെ ശൗല് ദാവീദിനെ അവൻ്റെ ആളുകളെയും വളയാണ്ട് അതിൻ്റെ കയ്യിലേക്ക് പോകാൻ അതിൻ്റെ പട്ടാൾക്കാരെ സകല ജനത്തെയും യുദ്ധത്തിന് വിളിച്ചു കൂട്ടി. എന്നാൽ ശൗല് തൻ്റെ നേരെ ദോഷം ആലോചിക്കുന്നുവെന്ന് ദാവീദ് അറിഞ്ഞു. അപ്പോൾ പുരോഹിതനായ അബിയാഥാറിനോട് എഫോദ് ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ്, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവേ, ശൗൽ ഗലീലേക്ക് വന്ന് എൻ്റെ നിമിത്തം ഈ പട്ടണം നശിപ്പിക്കാൻ പോകുന്നുവെന്ന് അടിയൻ കേട്ടിരിക്കുന്നു. കയ്യിലെ പൗരന്മാർ എന്നെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ? അടിയൻ കേട്ടിരിക്കുന്നത് പോലെ ശൗൽ വരുമോ? ഇസ്രായേലിൻ്റെ രാജാവായ യഹോവയെ അടിയനെ അറിയിക്കണമേ എന്ന് പറഞ്ഞു. അവൻ വരുമെന്ന് യഹോവ അരുളി ചെയ്തു. ദാവീദ് പിന്നെയും കയ്യിലെ പൗരന്മാർ എന്നെ എൻ്റെ ആളുകളെയും ശൗലിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ എന്ന് ചോദിച്ചു. അവർ ഏൽപ്പിച്ചു കൊടുക്കും എന്ന് യഹോവ അരുളി ചെയ്തു. അങ്ങനെ യുക്തമായുള്ള ഉത്തരം ദൈവം അവിടെയും ദാവീദിന് കൊടുക്കാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ശൗൽ വരുന്നതിന് മുമ്പ് ദാവീദ് 600 പേരോളം ഉള്ള അവൻ്റെ ആളുകളും കെയില വിട്ട് പുറപ്പെട്ട് തരം കണ്ടെടുത്ത് സഞ്ചരിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഓടിപ്പോയി. ദാവീദ് കെയില വിട്ട് ഓടിപ്പോയി എന്ന് ശൗൽ അറിഞ്ഞപ്പോൾ അവൻ യാത്ര നിർത്തിവെച്ചു. അങ്ങനെ വീണ്ടും ദാവീദ് ഒഴിഞ്ഞ് ശൗലിനെ പേടിച്ച് മരുഭൂമിയിലെ ദുർഗങ്ങളിൽ താമസിച്ചു. സീഫ് മരുഭൂമിയിലെ മലനാട്ടിൽ പാർത്തു. ഇക്കാര്യങ്ങളിലൊക്കെയും ശൗൽ അവനെ തെരഞ്ഞുകൊണ്ടിരുന്നെങ്കിലും ദൈവം അവനെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല. തൻ്റെ ജീവനെ തേടി ശൗൽ പുറപ്പെട്ടിരിക്കുന്നു എന്ന് ദാവീദ് കണ്ടു. അന്ന് ദാവീദ് സീഫ് മരുഭൂമിയിലെ ഒരു കാട്ടിലായിരുന്നു. മരുഭൂമിയിൽ ഒരു കാടുണ്ട്. അത് കുറ്റിക്കാടാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള കാടുകൾ, അല്ലാതെ വലിയ തോതിലുള്ള ഇടതോന്ന മരങ്ങളുള്ളതല്ല. കാരണം മരുഭൂമിയിൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. അനന്തരം ശൗലിൻ്റെ മകനായ യോനാഥാൻ പുറപ്പെട്ട ആ കാട്ടിൽ ദാവീദിൻ്റെ അടുക്കൽ ചെന്ന് അവനെ ദൈവത്തിൽ ധൈര്യപ്പെടുത്തി. അവനോട് യോനാഥാൻ നമുക്കറിയാം ശൗലിൻ്റെ മകനാണെങ്കിലും ദാവീദിനോട് വളരെ സ്നേഹവും പ്രതിപത്തിയും വിധേയത്വവുമുള്ള ഒരാളാണ് യോനാഥാൻ. അവർ തമ്മിൽ ദൈവസന്നിധിയിൽ പരസ്പരം സഖ്യത അല്ലെങ്കിൽ പരസ്പരം കരാറും മറ്റുമൊക്കെ ഉള്ളതാണ്. അങ്ങനെ യോനാഥാൻ വന്ന്, ഭയപ്പെടേണ്ട, എൻ്റെ അപ്പനായ ശൗലിനെ നിന്നെ പിടികിട്ടുകയില്ല. നീ ഇസ്രായേലിന് രാജാവാകും. അന്ന് ഞാൻ നിനക്ക് രണ്ടാമനുമായിരിക്കും. അത് എൻ്റെ അപ്പനായ ശൗലും അറിയുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവസന്നിധിയിൽ വീണ്ടും അവർ ഉടമ്പടി ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ദാവീദ് കാട്ടിൽ താമസിക്കുകയും യോനാഥാൻ വീട്ടിൽ പോവുകയും ചെയ്തു. അനന്തരം സീഫിയർ ഗിബയിൽ ശൗലിൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ സീഫിയർ എന്ന കൂട്ടർ ഗിബയിലുള്ള അവർ ചെന്നിട്ട് അപ്പോൾ ഈ സീഫിയറൊക്കെ ഇവിടെയുള്ള നേരത്തെ ഉള്ള ഈ ജാതികളാണ്. അപ്പോൾ ഈ ജാതികളായിട്ടുള്ള ഈ ആളുകൾ ദാവീദിനെ കുറിച്ചുള്ള വർത്തമാനം ശൗലിന് ഒറ്റ കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ദാവീദ് ഞങ്ങളുടെ സമീപം മരുഭൂമിക്ക് തെക്കുള്ള ഹഖീല മലയിലെ വനദുർഗങ്ങളിൽ ഒളിച്ചിരിക്കുന്നു. അവയെ രാജാവെ തിരുമനസ്സിലെ ആഗ്രഹം പോലെ വന്നു കൊള്ളണം. അവനെ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് തരുന്ന കാര്യം ഞങ്ങൾ ഏറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ശൗൽ പറഞ്ഞത്, നിങ്ങൾ എന്നോട് മനസ്സിലേക്ക് തോന്നിയിരിക്കൊണ്ട് നിങ്ങൾ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവർ. നിങ്ങൾ ഇനിയും സൂക്ഷ്മമായി അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവൻ്റെ സഞ്ചാരം എവിടെയൊക്കെയാവുന്നു എന്നൊക്കെ അവനെ കണ്ടവർ ആരെല്ലാമെന്നെല്ലാം അറിഞ്ഞുകൊള്ളുവിൻ. അവൻ വലിയ ഉപായി ആകുന്നു എന്ന് ഞാൻ കേട്ടിരിക്കുന്നു. ആകയാൽ അവൻ ഒളിച്ചിരിക്കുന്ന ഒളിപ്പിടങ്ങളെല്ലാം കണ്ടറിഞ്ഞ സൂക്ഷ്മ വിവരം എന്നെ അറിയിപ്പിൻ. ഞാൻ നിങ്ങളോടുകൂടെ പോരും. അവൻ ദേശത്തെങ്ങാനും ഉണ്ടെന്ന് വരികിൽ ഞാൻ അവനെ യഹൂദാ സഹസ്രങ്ങളിലൊക്കെയും അന്വേഷിച്ച് പിടിക്കും. അങ്ങനെ അവർ ശൗലിന് മുമ്പേ പുറപ്പെട്ട് സീഫിലേക്ക് പോയി. എന്നാൽ ദാവീദും അവൻ്റെ ആളുകളും മരുഭൂമിയുടെ തെക്ക് അരാബയിലെ മാവോൻ മരുവിലായിരുന്നു. ശൗലും കൂട്ടരും അവനെ തിരയാനായിട്ട് പോയി. അത് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ അവൻ മാവോൻ മരുവിലെ സേലയിൽ ചെന്ന് താമസിച്ചു. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു പോകാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ഒരു പർവ്വതത്തിൻ്റെ ഇപ്പുറത്തു കൂടി ദാവീദ് ആളുകളും മറ്റൊരു സൈഡിൽ കൂടി ശൗലും എന്നുള്ള നിലയിൽ ഇങ്ങനെ പരസ്പരം കാണാതെ ഒഴിഞ്ഞു പോകാനായിട്ട് വളരെയധികം കഷ്ടപ്പെട്ടു. എന്നാൽ ശൗലും പടജ്ജനും ദാവീദിനെ അവൻ്റെ ആളുകളെയും അടുത്ത് പിടിച്ച് വളഞ്ഞു പിടിക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്കും ശൗലിൻ്റെ അടുക്കൽ ഒരു ദൂതൻ വന്നു. എൻ്റെ കൊട്ടാരത്തിൽ നിന്നുള്ള ഒരു ദൂതൻ വന്നു. ക്ഷണം വരണം, ഫെലിസ്തീയർ ദേശത്തെ ആക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ കൃത്യസമയത്ത് തന്നെ ഫെലിസ്തീയരെ കൊണ്ട് ദൈവം ദേശത്തെ ആക്രമിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കൊണ്ടുപോയി.
അങ്ങനെ ശൗല് ദാവീദിനെ പിന്തുടർന്ന് വിട്ട് ഫെലിസ്ത്യരുടെ നേരെ പോയി. അങ്ങനെ അവിടുന്ന് ദാവീദ് ആ ഒരു അപകടത്തിൽ നിന്ന് ദൈവ കൃപയാൽ രക്ഷപ്പെടുന്നതിന് ഇടയായി തീർന്നു. 24-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ശൗല് ദാവീദിനെ വേട്ടയാടുന്ന രംഗങ്ങളാണ് അവിടെ കാണുന്നതെന്നാൽ അതിൽ ദൈവം ദാവീദിനെ ശൗലിന് മനസ്സിലാക്കി കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് നമ്മൾ. ശൗൽ ഫെലിസ്ത്യരെ ഓടിച്ചു കളഞ്ഞ് മടങ്ങി വന്നപ്പോൾ അവൻ ഏൻ ഗതി മരുഭൂമിയിലുണ്ടെന്ന് അവന് അറിവ് കിട്ടി. അങ്ങനെ വീണ്ടും ശൗല് 3000-ഓളം വരുന്ന പടയാളികളെയും കൊണ്ട് ദാവീദിനെ അവൻ്റെ ആളുകളെയും തിരയാനായിട്ട് പോയി. വഴിയരികെയുള്ള ആട്ടിൻ തൊഴുത്തിങ്കിൽ എത്തി. അവിടെ ഒരു ഗുഹയുണ്ടായിരുന്നു. അപ്പോൾ ഗുഹയിലേക്ക് ശൗൽ വിശ്രമിക്കാനായിട്ട് അവിടെ അങ്ങോട്ട് കയറി. എന്നാൽ ദാവീദ് അവൻ്റെ ആളുകളും ഗുഹയുടെ ഉള്ളിൽ പാർത്തിരുന്നു. അപ്പോൾ വളരെ വലിയ ഒരു ഗുഹയായിരുന്നു അത്. അപ്പോൾ അവരതിൻ്റെ അകത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ദാവീദിൻ്റെ ആളുകൾ അവനോട്, ഞാൻ നിൻ്റെ ശത്രുവിനെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും, നിനക്ക് ബോധിച്ചതുപോലെ അവനോട് ചെയ്യാം എന്ന് യഹോവ നിന്നോടല്ലേ ചെയ്ത ദിവസം ഇതാ എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ദാവീദ് എഴുന്നേറ്റ് ദാവീദ് ചെന്ന് ശൗലിൻ്റെ മേലങ്കിയുടെ, അപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ശൗലിൻ്റെ മേലങ്കിയുടെ അറ്റം പതുക്കെ മുറിച്ചെടുത്തു. ശൗലിൻ്റെ വസ്ത്രാഗ്രം മുറിച്ച് കളഞ്ഞുകൊണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ദാവീദിന് മനസാക്ഷി കുത്തി തുടങ്ങി. അങ്ങനെ ശൗലിനെ കൊല്ലുവാനായിട്ട് ഇടയായില്ല. അപ്പോൾ ആക്രമിക്കാനായിട്ട് നിന്ന തൻ്റെ ആളുകളോട് ദാവീദ്, യഹോവയുടെ അഭിഷിക്തനായ എൻ്റെ യജമാനൻ്റെ നേരെ കൈയെടുക്കുന്നതായ ഈ കാര്യം ചെയ്യുവാൻ യഹോവ എനിക്ക് ഇടവരുത്തരുതേ, അവൻ യഹോവയുടെ അഭിഷിക്തനല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ആളുകളെ ശാസിച്ച് അമർത്തി ശൗലിനെ ദ്രോഹിക്കാനായിട്ട് അവരെ അനുവദിച്ചില്ല. അങ്ങനെ വീണ്ടും ശൗല് എഴുന്നേറ്റ് ശൗലിൻ്റെ വഴിക്ക് പോയി. ദാവീദ് എഴുന്നേറ്റ് പെട്ടെന്ന് ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി ശൗല് പുറത്തിറങ്ങി കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ദാവീദ് പുറകെ ചെന്ന് എൻ്റെ യജമാനായ രാജാവേ എന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ ശൗല് തിരിഞ്ഞു നോക്കിയപ്പോൾ ദാവീദ് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. പിന്നെ പറഞ്ഞു, ദാവീദ് നിനക്ക് ദോഷം വിചാരിക്കുന്നുവെന്ന് പറയുന്നതായിട്ട് വാക്ക് നീ കേൾക്കുന്നതെന്തിന്? യഹോവ ഇന്ന് ഗുഹയിൽ വെച്ച് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് നിൻ്റെ കണ്ണാലെ കാണുന്നുവല്ലോ. നിന്നെ കൊല്ലുവാൻ ചിലർ പറഞ്ഞെങ്കിലും ഞാൻ ചെയ്തില്ല. എൻ്റെ യജമാനൻ്റെ നേരെ ഞാൻ കൈയെടുക്കുകയില്ല, അവൻ യഹോവയുടെ അഭിഷിക്തനല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ പിതാവെ കാണുക, എൻ്റെ കയ്യിൽ നിൻ്റെ മേലങ്കിയുടെ അറ്റം ഇതാ കാണുക. നിൻ്റെ മേലങ്കിയുടെ അറ്റം ഞാൻ മുറിക്കുകയും നിന്നെ കൊല്ലാതിരിക്കുകയും ചെയ്തതിനാൽ എൻ്റെ കയ്യിൽ ദോഷവും ദ്രോഹവും ഇല്ല. ഞാൻ നിന്നോട് പാപം ചെയ്തിട്ടുമില്ല എന്ന് കണ്ടറിഞ്ഞുകൊള്ളുക. നീയോ എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ തേടി നടക്കുന്നു. യഹോവ എനിക്കും നിനക്ക് മധ്യേ ന്യായം വിധിക്കട്ടെ. യഹോവ എനിക്ക് വേണ്ടി നിന്നോട് പ്രതികാരം ചെയ്യട്ടെ. എന്നാൽ എൻ്റെ കൈ നിൻ്റെ മേൽ വീഴുകയില്ല. ദുഷ്ടതയിൽ നിന്നല്ല പുറപ്പെടുന്നു എന്നല്ല പഴഞ്ചൊല്ല് പറയുന്നത്. എന്നാൽ എൻ്റെ കൈ നിൻ്റെ മേൽ വീഴുകയില്ല എന്നിങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ശൗലിനോട് പറയാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ശൗലിന് ദാവീദിനെ മനസ്സിലായി. അങ്ങനെ പറഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ശൗൽ, എൻ്റെ മകനെ ദാവീദേ, ഇത് നിൻ്റെ ശബ്ദമോ എന്ന് ചോദിച്ച് പൊട്ടിക്കരഞ്ഞു. പിന്നെ അവൻ ദാവീദിനോട് പറഞ്ഞത്, നീ എന്നേക്കാൾ നീതിമാൻ. ഞാൻ നിനക്ക് തിന്മ ചെയ്തതിന് നീ എനിക്ക് പകരം നന്മ ചെയ്തിരിക്കുന്നു. യഹോവ എന്നെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാരെയും നീ എന്നെ കൊല്ലാതെ വിട്ടതിനാൽ നീ എനിക്ക് ഗുണം ചെയ്തതായി ഇന്ന് കാണിച്ചിരിക്കുന്നു. ശത്രുവിനെ കണ്ടുകെട്ടിയാൽ ആരെങ്കിലും അവനെ വെറുതെ വിടുമോ? നീ ഇന്ന് എനിക്ക് ചെയ്തതിന് യഹോവ നിനക്ക് നന്മ പകരം ചെയ്യട്ടെ. എന്നാൽ നീ രാജാവാകും, ഇസ്രായേൽ രാജ്യത്വം നിൻ്റെ കയ്യിൽ സ്ഥിരമാകും എന്ന് ഞാൻ അറിയുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതി ശൗലിന് കൃത്യമായിട്ട് മനസ്സിലാകുവാനായിട്ട്, അല്ലെങ്കിൽ അത് ഹൃദയം കൊണ്ട് അംഗീകരിക്കുവാനായിട്ട് ശൗൽ അവിടെ വെച്ച് അതിനിടയായി. ആകയാൽ നീ എൻ്റെ ശേഷം എൻ്റെ സന്തതിയെ നിർമ്മൂലമാക്കി എൻ്റെ പേർ എൻ്റെ ഭവനത്തിൽ നിന്ന് മായ്ച്ചു കളയില്ല എന്ന് യഹോവയുടെ നാമത്തിൽ ഇപ്പോൾ എന്നോട് സത്യം ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് ശൗലിനോട് സത്യം ചെയ്തു. അപ്പോൾ നേരത്തെ യോനാഥാനോട് ഇതുപോലെ ദാവീദ് സത്യം ചെയ്തിരുന്നു. അങ്ങനെ ദാവീദ് രാജാവാകുമ്പോൾ യോനാഥാൻ രണ്ടാമനായിരിക്കും എന്നുള്ള കണക്കിൽ അങ്ങനെ
അതേപോലെ തന്നെ ശൗലിനെ കൊണ്ടും ദൈവം ദാവീദിനോട് സത്യം ചെയ്യിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ദാവീദ് ശൗലിനോട് സത്യം ചെയ്തു. ശൗൽ അരമനയിലേക്ക് പോയി. ദാവീദ് അവൻ്റെ ആളുകളും ദുർഗത്തിലേക്ക്, അതായത് അവരവരുടെ ഒഴുകി പോയി. അതിനുശേഷം 25-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ശമൂവേൽ പ്രവാചകൻ മരിച്ചു. ഇസ്രായേലൊക്കെയും ഒരുമിച്ച് കൂടി അവനെക്കുറിച്ച് വിലപിച്ചു. രാമയിൽ അവൻ്റെ വീട്ടിനരികെ അവനെ അടക്കം ചെയ്തു. ദാവീദ് പുറപ്പെട്ട പാരാൻ മരുഭൂമിയിൽ പോയി പാർത്തു. അപ്പോൾ കർമ്മേൽ എന്ന സ്ഥലത്ത് വ്യാപാരമുള്ള ഒരു മാവോന്യൻ ഉണ്ടായിരുന്നു. അവൻ മഹാധനികനായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ ആള് ഒരു വലിയൊരു അന്നത്തെ കണക്കിൽ വലിയൊരു ധനികനായിരുന്നു. അപ്പോൾ പുള്ളിയുടെ സമ്പത്തോട് പറയുന്നത് 3000 ചെമ്മരിയാടും 1000 കോലാടും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആടുകൾക്കൊക്കെ ഈ രോമം കത്തിരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ ഒരു സമയമായിരുന്ന ഘട്ടമാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ആൾക്ക് നാബാൽ എന്നും അവൻ്റെ ഭാര്യയ്ക്ക് അബിഗയിൽ എന്നും പേർ. അവൾ നല്ല വിവേകമുള്ളവളും സുന്ദരിയും അവനോ നിഷ്ഠൂരനും ദുഷ്കർമ്മിയുമായിരുന്നു. അപ്പോൾ ഈ മാവോന്യൻ ഈ നാബാൽ ഒരു കാലേബ് വംശക്കാരനായിരുന്നു. കാലേബ് നമ്മൾ കണ്ടതാണ് മുമ്പ്. അതായത് കാലേബും യോശുവയും കാലേബും ആയിരുന്നു ഈ മിസ്രൈമിൽ നിന്ന് പോകുന്ന സമയത്ത് പോന്നിട്ട് ഈ യോർദാൻ നദി കടന്ന് വാഗ്ദത്ത നാട്ടിൽ എത്തുവാനായിട്ട് ദൈവം അനുവദിച്ച രണ്ട് പേര് ആ തലമുറയിൽ. അപ്പോൾ അതിൽ ഉണ്ടായിരുന്ന കാലേബാണ്. ആ കാലേബിന് ഇവിടുത്തെ പ്രദേശമാണ്. അപ്പോൾ അതുകൊണ്ട് കാലേബ് വംശക്കാരൻ ആണ്. നാബാലിന് ഇങ്ങനെ ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരം ഉണ്ടെന്ന് ദാവീദ് കേട്ടു. അങ്ങനെ ദാവീദ് 10 ബാല്യക്കാരെ, അതായത് 10 വേലക്കാരെ വൃദ്ധന്മാരെ അയച്ചു. എന്നിട്ട് പോയി ചെന്നിട്ട് അവരുടെ സഹായം, കാരണം ദാവീദിൻ്റെ ഒരു കൂടെ ഉള്ളവർക്കും കഴിയാനായിട്ട് അവരിങ്ങനെ പ്രൊട്ടക്ഷൻ ഇങ്ങനെ ആളുകൾക്ക് കൊടുക്കുമെങ്കിൽ അവർ ഒരിക്കലും മറ്റുള്ളവരെ പിടിച്ചു പറിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. കാരണം ദൈവം നടത്തുന്നതാണ് ദാവീദ്. അതുകൊണ്ട് ദാവീദ് മനസാക്ഷിക്ക് വിരുദ്ധമായിട്ടൊന്നും ചെയ്യത്തില്ല. എന്നാൽ ചെയ്ത ഉപകാരത്തിന് ചിലപ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ചിലപ്പോൾ അവരോട് അതൊന്ന് ഓർമ്മിപ്പിച്ച് അവരെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിൽ അവരെ ഓർമ്മിപ്പിക്കുക. അങ്ങനെ ഈ പറഞ്ഞ നാബാലിനോട് അങ്ങനെ ഈ സഹായം ചോദിക്കാൻ വേണ്ടിയിട്ട്, അതായത് അവർക്ക് വേണ്ട രീതിയിലുള്ള ഉപകാരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആ പ്രദേശത്ത് അവരുണ്ടായിരുന്നപ്പോൾ ചെയ്തു. അവർ ഇങ്ങനെ കാവൽ ചെയ്തു. അവരെ ഉപദ്രവിക്കുകയോ മറ്റൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിച്ച് നിൻ്റെ കയ്യിൽ വരുന്നത് അടിയങ്ങൾക്കും നിൻ്റെ മകനായ ദാവീദിനും തരണമേ എന്ന് അവനോട് പറയുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ അവർ ചെന്നിട്ട് ഈ പറഞ്ഞ നാബാലിനോട് അറിയിച്ചു. എന്നാൽ നാബാൽ ദാവീദ് ഈശായുടെ മകനാർ യജമാനന്മാരെ വിട്ടുപോയി കളയുന്ന ദാസന്മാർ ഇക്കാലത്ത് വളരെ ഉണ്ട്. ഞാൻ എൻ്റെ അപ്പവും വെള്ളവും എൻ്റെ ആടുകളെ രോമം കത്തിരിക്കുന്നവർക്കായി ഒരുക്കിയ മാംസവും എടുത്ത് എവിടത്തുകാർ എന്ന് അറിയാത്തവർക്ക് കൊടുക്കുമോ എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ അവരെ അപമാനിച്ച് വിട്ടയക്കാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ദാവീദിന് അത് വലിയ കോപത്തിന് വഴിയായി. ദാവീദ് എല്ലാവരോടും യുദ്ധത്തിന് ഒരുങ്ങാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ വാൾ അരക്കി കെട്ടാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഏകദേശം 400ഓളം പേര് ദാവീദിൻ്റെ പുറകെ ദാവീദിൻ്റെ കൂടെ പോയി. 200 പേര് സാമാനങ്ങളുടെ അടുക്കൽ പാർത്തു. അതായത് അവരുടെ ഈ ക്യാമ്പിൽ 200 പേര്, ബാക്കി 400 പേരുമായിട്ട് പോയി. അപ്പോൾ ഈ ദാവീദിൻ്റെ ആൾക്കാർ പോയി കഴിഞ്ഞതിന് ശേഷം അവരുടെ നാബാലിൻ്റെ വേലക്കാരിലെ ഒരാൾ ഈ അബീഗേൽ, നാബാലിൻ്റെ ഭാര്യ അബീഗേലിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം നടന്നു. അപ്പോൾ യജമാനൻ, അതായത് ഈ നാബാൽ അവരെ അത് ഇങ്ങനെ ഉപദ്രവിച്ച് അല്ലെങ്കിൽ അവരെ ഇങ്ങനെ നാണം കെടുത്തി വിട്ടു. എന്നാൽ ദാവീദിൻ്റെ ആളുകൾ വയലിൽ ഉണ്ടായിരുന്ന കാലത്ത് അവരൊരിക്കലും ഉപദ്രവിച്ചില്ല. ഞങ്ങൾക്കൊന്നും കാണാതെ പോയതുമില്ല. ഞങ്ങളുടെ ആടുകളെ മേയിച്ചുകൊണ്ട് അവരോട് കൂടെ ഉണ്ടായിരുന്നപ്പോഴൊക്കെ രാവും പകലും അവർ ഞങ്ങൾക്കൊരു മതിലായിരുന്നു. അതായത് പ്രൊട്ടക്ഷനാണ് അവർ
ചെയ്തുകൊണ്ടിരുന്നത്, അതായത് ഈ ദാവീദിൻ്റെ പടയാളികൾ. അപ്പോൾ അങ്ങനെ പ്രൊട്ടക്ഷനൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒരു പ്രതിഫലവും ആരും ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഇപ്പോൾ ഒരു ചെറിയൊരു സഹായം ചോദിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആകയാൽ ഇപ്പോൾ ചെയ്യേണ്ടത് എന്തെന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ യജമാനൻ അവൻ്റെ സകല ഭവനത്തിനും ദോഷം നിർണ്ണയിച്ചു പോയിരിക്കുന്നു. അവനോ ദുസ്വഭാവി ആയതുകൊണ്ട് അവനോട് ആർക്കും ഒന്നും വേണ്ടിക്കൂടാ. അത് നാബാലിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ അബിഗേലിന് കാര്യം മനസ്സിലായി. അബിഗേൽ ഉടനെ എന്നെ 200 അപ്പവും 2 തുരുത്തി വീഞ്ഞും പാകം ചെയ്ത 5 ആടും 5 പറ മലര് 100 ഉണക്ക മുന്തിരിക്കുലയും 200 അത്തിയടയും എടുത്ത് കഴുതപ്പുറത്ത് കയറ്റി ബാല്യക്കാരോട് നിങ്ങൾ എനിക്ക് മുമ്പായി പോവുകയും ഞാനിതാ പിന്നാലെ വരുന്നു എന്ന് പറഞ്ഞു. ഭർത്താവിനോട് കാര്യങ്ങളൊന്നും അറിയിച്ചില്ല. അവൾ കഴുതപ്പുറത്ത് കയറി മലയുടെ മറുവിൽ കൂടി ഇറങ്ങി ചെല്ലുമ്പോൾ ഇതാ ദാവീദും അവൻ്റെ ആളുകളും അവളുടെ നേരെ വരുന്നു. അവൾ അവരെ എതിരേറ്റു. എന്നാൽ ദാവീദ് മരുഭൂമിയിൽ അവനുണ്ടായിരുന്നതൊക്കെയും ഞാൻ വെറുതെ അല്ലോ കാത്തത്, അവൻ്റെ വക ഒന്നും കാണാതെ പോയതുമില്ല. അവനോ നന്മയ്ക്ക് പകരം എനിക്ക് തിന്മ ചെയ്തു. അവനുള്ള സകലത്തിലും പുരുഷപ്രജയായ ഒന്നിനെയെങ്കിലും പുലരും വരെ ഞാൻ ജീവനോട് വെച്ചാൽ ദൈവം ദാവീദിൻ്റെ ശത്രുക്കൾക്ക് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ എന്ന് പറഞ്ഞിരുന്നു. അബിഗയിൽ ദാവീദിനെ കണ്ടപ്പോൾ ക്ഷണത്തിൽ കഴുതപ്പുറത്തു നിന്ന് എഴുതി ദാവീദിന് മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അവൾ അവൻ്റെ കാൽക്കൽ വീണ് പറഞ്ഞത്, യജമാനെ കുറ്റം എൻ്റെ മേലിരിക്കട്ടെ, അടിയൻ ഒന്ന് ബോധിപ്പിച്ചു കൊള്ളട്ടെ, അടിയൻ്റെ വാക്കുകൾ കേൾക്കണമേ. ഇങ്ങനെ പറഞ്ഞ് വളരെ ഇതായിട്ട് ദുസ്വഭാവിയായിട്ടുള്ള നാബാലിനെ യജമാനൻ ഗണ്യമാക്കരുത്. നാബാലിനെ കുറേ കുറ്റമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയി എന്നുള്ള രീതിയിൽ പറഞ്ഞു തന്നിട്ട് ദാവീദിനെ കുറേ പറഞ്ഞ പോലെ ദാവീദ് വലിയൊരു മനുഷ്യനാണെന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് 28-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അരിയൻ്റെ കുറ്റം ക്ഷമിക്കണം. യഹോവ യജമാനന് സ്ഥിരമായൊരു ഭവനം പണിയും. യഹോവയുടെ യുദ്ധങ്ങളെയല്ലയോ യജമാനൻ നടത്തുന്നത്. ആയുഷ്കാലത്തൊരിക്കലും നിന്നിൽ ദോഷം കാണുകയില്ല. അങ്ങനെ ദാവീദിനോട് വളരെയധികം കാര്യമായിട്ട് സംസാരിച്ച് അങ്ങനെ ദാവീദിന് അബിഗേലിൻ്റെ ആ ഒരു സാന്നിധ്യം വളരെ നല്ലതായിട്ട് തോന്നി. ദാവീദ് അബിഗേലിനോട് പറഞ്ഞത്, എന്നെ എതിരേൽപ്പാൻ നിന്നെ ഇന്ന് അയച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് സ്തോത്രം. നിൻ്റെ വിവേകം സ്തുത്യം. രക്തപാതകവും സ്വന്തം കൈയാൽ പ്രതികാരവും ചെയ്യാതെ വണ്ണം എന്നെ ഇന്ന് തടുത്തിരിക്കുന്ന നീയും അനുഗ്രഹിക്കപ്പെട്ടവൾ. അങ്ങനെ പറഞ്ഞു, നീ വന്നിരുന്നില്ലെങ്കിൽ ഞാൻ നാബാലിൻ്റെ വീട്ടിൽ ഒരാളെ പോലും ബാക്കി വയ്ക്കത്തില്ല എന്നങ്ങനെ എല്ലാവരെയും നശിപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് തിരിച്ചുപോയി. അബിഗേൽ കൊടുത്തിരുന്ന സമ്മാനങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് ദാവീദ് തിരിച്ചുപോയി. അങ്ങനെ ഈ അബിഗേൽ വീട്ടിൽ ചെല്ലുമ്പോൾ നാബാൽ വളരെയധികം വീഞ്ഞ് അല്ലെങ്കിൽ ലഹരി കഴിച്ച് ഇങ്ങനെ വളരെയധികം പൂസായിട്ടിരിക്കുകയാണ്. അപ്പോൾ നേരം വെളുക്കുന്നവരെ വിവരങ്ങളൊന്നും അറിയിച്ചില്ല. വീഞ്ഞിറങ്ങിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ഭാര്യ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയം അവൻ്റെ ഉള്ളിൽ നിർജ്ജീവമായി അവൻ കല്ലിച്ചു പോയി എന്നാണ് 37-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് 10 ദിവസം കഴിഞ്ഞതിന് ശേഷം യഹോവ നാബാലിനെ ദണ്ഡിപ്പിച്ചു. അവൻ മരിച്ചുപോയി. അപ്പോൾ അവൻ ഫിസിക്കലി വീക്കായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആ ഒരു വലിയ ശക്തിയിൽ അവന് കൊടുത്തിരിക്കുന്ന ആ കൃത്യസമയം നിശ്ചയിച്ച സമയം വന്നപ്പോൾ അവൻ എല്ലാം കൂടി കേൾക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവൻ മരിച്ചുപോയി. നാബാല് മരിച്ചുപോയി. അങ്ങനെ നാബാല് മരിച്ചു എന്ന് ദാവീദ് കേട്ടപ്പോൾ എന്നെ നിന്നൊക്കെയായിട്ട് നാബാലിനോട് വ്യവഹരിക്കുകയും തൻ്റെ ദാസനെ തിന്മ ചെയ്യാതെ വണ്ണം തടുക്കുകയും ചെയ്ത യഹോവയ്ക്ക് സ്തോത്രം. നാബാലിൻ്റെ ദുഷ്ടത യഹോവ എൻ്റെ തലയിൽ തന്നെ വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് അബീഗേലിനെ തനിക്ക് ഭാര്യയെ പരിഗ്രഹിക്കേണ്ടതിന് അവളോട് സംസാരിപ്പാൻ ആളയച്ചു. അങ്ങനെ പിന്നെ എന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കണം, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അപ്പോൾ അബിഗേലിൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് അപ്പോൾ അബിഗേൽ ഇങ്ങനെ ഒരു ആൺ തുണയില്ലാതെ നിൽക്കുന്ന സമയം മാത്രമല്ല അബിഗേലിൻ്റെ ആ ഒരു കാര്യങ്ങൾ നടത്തുവാനുള്ള കഴിവും
ബുദ്ധിശക്തിയൊക്കെ ദാവീദ് കണ്ടതാണ്. അങ്ങനെ ദാവീദ് ഭാര്യയായിട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി. അങ്ങനെ അവിടെ ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ച് കഴിയുമ്പോൾ അബീഗയിൽ തനിക്ക് സമ്മതമാണെന്നുള്ളത് അറിയിച്ചു. അങ്ങനെ അബീഗയിൽ തൻ്റെ പരിഹാരികളായ 5 ബാല്യക്കാരത്തികളുമായിട്ട് കഴുതപുറത്ത് കയറി ദാവീദിൻ്റെ ദൂതന്മാരോട് കൂടി ചെന്ന് അവൻ്റെ ഭാര്യയായി തീർന്നു. അങ്ങനെ ദാവീദിൻ്റെ ഭാര്യയായിട്ട് അബീഗയിൽ ആയി. പിന്നെ ഇതിന് ശേഷം ഇസ്രായേലിൽ നിന്ന് ദാവീദ് അഹീനോഹമിനെയും കൊണ്ടുവന്നു. അങ്ങനെ രണ്ടുപേരും അവന് ഭാര്യമാരായി തീർന്നു. ശൗലോ തൻ്റെ മകളും ദാവീദിൻ്റെ ഭാര്യയുമായിരുന്ന മീഖലിനെ ഗല്ലീമിയനായ ലയീശിൻ്റെ മകൻ ഫലത്തിക്ക് കൊടുത്തിരുന്നു. അപ്പോൾ ഈ മീഖലിൻ്റെ കാര്യം ഒരിക്കൽ കൂടി വരുന്നുണ്ട്. അത് ദാവീദ് രാജാവായി കഴിഞ്ഞതിന് ശേഷമാണ്. നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഇതിൽ ഇത്രയും കാര്യങ്ങളാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ദാവീദിനെ ദൈവം വഴി നടത്തുന്ന ഓരോ വഴികളുമാണ് ഈ അധ്യായങ്ങളിലെല്ലാം കൃത്യമായിട്ട് കണ്ടതാണ്. ദാവീദ് ദൈവസന്നിധിയിൽ ഒരു കുറ്റവും ചെയ്യുവാനായിട്ട് ഇടയായി തരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ദൈവം ഓരോ നിമിഷവും ദാവീദിനെ നടത്തിക്കൊണ്ടിരുന്നു. ആ ഒരു കൃപയിലാണ് ദാവീദ് മുന്നോട്ട് നിന്നത്. അങ്ങനെ രാജ്യത്വം ദാവീദിനെ ഉറയ്ക്കുന്നതായിട്ട് നമ്മൾ പിന്നീട് കാണുന്നുണ്ട്. ഇപ്പോൾ 25 അധ്യായങ്ങളിപ്പോൾ കഴിഞ്ഞു. ബാക്കി 26 മുതലുള്ളത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.